അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നത്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. രാവിലെ പലഹാരപ്പണിയും കഴിക്കലും പിന്നെ അടിക്കലും തുടക്കലും പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നേരം 12:30 മണിയായിരിക്കും കിട്ടും. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന കിട്ടും. അപ്പോൾ വേഗം നിസ്കരിച്ചിട്ടാണ് ഇറങ്ങണത്. അങ്ങനെ ഒരുങ്ങി പോവാൻ നിൽക്കുകയാണ്. മോൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, 2-3 സ്റ്റോപ്പ് അപ്പുറത്താണ് വീട്. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോണത്. ഇപ്പം ബൈക്ക് കൊണ്ടേ പുറത്ത് നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. ഇനി വാതിലും ഗേറ്റൊക്കെ അടക്കണം. എങ്ങടേലും പോവുകയാണെങ്കിലേ ഇപ്പം വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തും. പിന്നെ ഞാൻ വാതിലും ഗേറ്റൊക്കെ അടച്ചിട്ട് കയറിയിരിക്കണം. അതുവരെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നിറയെ ഉണ്ടാവില്ല, സാരി വെക്കാനൊക്കെ. അപ്പം നേരം അവർക്ക് ക്ഷമ ഉണ്ടാവില്ല, വേഗം കയറിയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി പോകാൻ നിൽക്കുക കേട്ടോ. വണ്ടി കയറി ഞാൻ കുറച്ച് ദൂരം ഉള്ളത്. ആ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ കൊയ്യക്കാരൻ കൊയ്യൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. നിറയെ വീടുകളുണ്ട് ഞങ്ങളുടെ റോഡ് സൈഡിലെ വീട്. അപ്പോൾ നിറയെ വീടുണ്ട് കേട്ടോ. ഞായറാഴ്ച കാരണം അധികം തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ കോളേജ് ബസ്സും കുട്ടികളും ആൾക്കാരും നിറയെ തിരക്കാണ് റോട്ടിൽ കൂടെ ഉണ്ടാവുക. പേടിയാണ് ബൈക്കിലൊക്കെ പോകാൻ. ബൈക്കിലിരുന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ചീത്ത പറയുകയാണ്, ഇതെന്താ കുലുങ്ങണ, അങ്ങനെ ഇങ്ങനെ വീഴും പറയും. പക്ഷേ റോട്ടിൽ തിരക്കൊന്നുമില്ല. അത് കാരണം ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കണത്. ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട് ലക്കിടിയാണ്. അപ്പോൾ അവിടെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കൽക്കത്ത ഭവനൊക്കെ ഉണ്ട്. കുഞ്ചൻ നമ്പ്യാർ വായനശാലയൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ദിവസം പോയിട്ട് വീഡിയോ എടുക്കണം. അങ്ങനെ മോൻ്റെ വീടെത്തി. പേരക്കുട്ടി ഇമ്മർത്ത് കാത്തു നിൽക്കുകയാണ്. ഇവൻ്റെയാണ് പിറന്നാൾ. ഇത് ഇവർ വളർത്തുന്ന പൂച്ചക്കുട്ടിയാണ്. ഇതിൻ്റെ പേര് ഗുൽസു എന്നാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ കൊടുന്നതാ. അപ്പം നല്ല വലുതായി. അപ്പം എനിക്കിഷ്ടാട്ടോ. ഞാനിങ്ങനെ മടിയിൽ കൊടുന്നിരുത്തൊക്കെ ചെയ്യും. അങ്ങനെ കുറേ നേരം ഇരിക്കൊന്നുമില്ല മടിയിൽ, വേഗം ഇറങ്ങിപ്പോകും. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ പൂച്ചനെ വളർത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ ഗുൽസൂനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കണ്ടു കാണുമെന്ന് വിചാരിക്കണു. നല്ല ഭംഗിയല്ലേ കാണാൻ. ചോറിനായിരിക്കുമ്പോഴത്തേന് 2 മണിയായിരിക്കണം. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ എല്ലാവരും ചോറിനായിരിക്കുക കേട്ടോ. ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കിക്കണത്. ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കി നോക്കണം എന്തായാലും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ചോറിൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോഴേ കേക്ക് കട്ട് ചെയ്യാൻ പോവുക കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ മുമ്പ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. കുറേ ഫോട്ടോകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മരുമകളുടെ ഉമ്മയും ഉമ്മയുടെ അഞ്ചത്തിൻ്റെ 2 കുട്ടികളും പിന്നെ ഞങ്ങളും. അങ്ങനെ പിറന്നാളിൻ്റെ കേക്ക് കെട്ടിയാലും കഴിഞ്ഞു. എല്ലാവരും കേക്ക് കഴിക്കുന്ന തിരക്കിലാട്ടോ. ഇതാ പിറന്നാളുകാരൻ കണ്ട കേക്ക് കഴിക്കണു. ഞാനും കഴിച്ചു കേട്ടോ ഒരു കഷ്ണം കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് കഴിക്കണതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നിറയെ ചെടികൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പുതിയ ചെടികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കുറേ നടന്ന് കണ്ടു. പിന്നെ വീഡിയോ എടുത്തു. കുറച്ച് ചെടികൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അതും പൊട്ടിച്ച് വെച്ചു. ഇതുണ്ടോ ഉങ്ങ് പോലത്തെ ചെടി കാണാൻ ഉങ്ങ് പോലത്തെ ഇല, പക്ഷേ ലൈറ്റ് മഞ്ഞ കളറ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ പുതിയ ചെടികൾ മേടിച്ചതാണ്. വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുൽസുനെ നോക്കിയതാണ്. കുൽസുനെ കാണാമല്ലോ. തിരഞ്ഞുമ്പോൾ കുൽസു നല്ല ഉറക്കത്തിലാണ്. വിളിച്ചാലും ഉണരുന്നില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. എല്ലാവരോടും ബൈ.